ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഇന്ത്യയിൽ പെട്രോളിന് നികുതി കുറച്ചു. ഇവിടെ ഒരു സർക്കാരുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് ഇതിനെ പാശ്ചാത്യ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത്. കാരണം ഒരു ലോക രാജ്യങ്ങൾക്കും ചെയ്യാൻ സാധിക്കാത്ത കാര്യമാണ് ഇന്ത്യ ചെയ്തിരിക്കുന്നത്. നമ്മൾ നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് പെട്രോൾ വില കൂടുതൽ കൊടുക്കേണ്ടി വരില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. പക്ഷേ നമ്മുടെ ഈ ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക യുദ്ധം തുടങ്ങിയത് മുതൽ ഇവിടെയുള്ള കമ്മി സുഡാപ്പികൾ കിടന്ന് നിലവിളിക്കുന്നത് ഇവിടെ എൽഎൻജി ഇല്ല, ഗ്യാസ് ഇല്ല, പെട്രോൾ ഇല്ല, പെട്രോളിന് ക്ഷാമമാണ്. ഇപ്പോഴിതാ സർക്കാരിന്റെ നികുതി 10 രൂപയിലധികം വേണ്ട എന്ന് വച്ചിരിക്കുന്ന ഒരു സാഹചര്യം. ഇനി ഇവരൊക്കെ പിതൃസ്ഥാനത്ത് കാണുന്ന ഒരു രാജ്യമുണ്ട്, അതാണ് പാകിസ്ഥാൻ. അവിടെ ഷഹബാസ് ഷെരീഫ് ഒളിവിൽ പോകാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം ഷഹബാസ് ഷെരീഫിന്റെ, നമ്മൾ ഈ ശ്രീലങ്കയിലൊക്കെ കണ്ട പോലെ ഷെരീഫിന്റെ ആ ഒരു പ്രധാനമന്ത്രി ഭവനത്തിലേക്ക് ഒരു ആക്രമണം ഉണ്ടാവും എന്നുള്ളതാണ് റിപ്പോർട്ട്. ഷഹബാസ് ഷെരീഫ് ജനങ്ങളോട് പറയുന്നു ക്ഷമയോടെ ഇരിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം പാകിസ്ഥാനിൽ പെട്രോളിന്റെ വില 322 രൂപയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെ കാണുന്നു ഈ സാഹചര്യം? അത് ഒരു അപ്രതീക്ഷിത നീക്കം എന്ന് തന്നെ പറയേണ്ടി വരും. നരേന്ദ്രമോദി സർക്കാരിന്റെ ഒരു അപ്രതീക്ഷിത നീക്കം. കാരണം എല്ലാവരും വിചാരിച്ചിരുന്നത് സ്വാഭാവികമാണ്. ചൈനയില് ഒരാഴ്ചക്കിടെ 2 തവണയാണ് പെട്രോളിന്റെ വില കൂടിയത്. അവിടെ ആളുകൾ പെട്രോൾ പമ്പിൽ ക്യൂ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പെട്രോളിന് റേഷൻ ചൈനയിൽ ഏർപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. യൂറോപ്യൻ കൺട്രീസിൽ പലതിലും 20 മുതൽ 50% വരെ ചാർജ് അവർ കൂട്ടിയിരിക്കുന്നു, ഇന്ധനവില ഉയർത്തിയിരിക്കുന്നു. അങ്ങനെ ചുറ്റുമുള്ള രാജ്യങ്ങളിലും യൂറോപ്യൻ കൺട്രീസിലും എല്ലാം എണ്ണയ്ക്ക് വില കൂടുന്നു, എണ്ണ കിട്ടാനില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നിൽക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ എന്ത് നടപടിക്കാണ് എല്ലാവരും കരുതിയിരുന്നത്? പ്രത്യേകിച്ച് ഈ മോദി വിരുദ്ധരായിട്ടുള്ള മാധ്യമങ്ങളും മോദി വിരുദ്ധരും എല്ലാം കരുതിയിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപക്ഷെ ഇന്ത്യയിൽ എണ്ണ വില കൂടിയേക്കാം എന്നൊരു ധാരണ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള സൂചനകൾ കേന്ദ്രമന്ത്രിമാരുടെ ഭാഗത്തുനിന്ന് വരികയും ചെയ്തിരുന്നു. പക്ഷെ അതിലേക്ക് അപ്രസക്തമാക്കിക്കൊണ്ടാണ് ഈ വ്യാപാരികൾക്ക് നൽകേണ്ട ആ ടാക്സ് 10% കുറയ്ക്കുകയായിരുന്നു ചെയ്തത്. 10 രൂപ കുറച്ചു, 10 രൂപ. അപ്പോൾ സ്വാഭാവികമായിട്ട് പിന്നെ അടുത്ത കരച്ചില് നമുക്ക് കിട്ടുന്നില്ലല്ലോ 10 രൂപ എന്നുള്ളതാണ്. പെട്രോൾ അടിക്കാണ്ട് നമ്മൾ പമ്പ് ചെല്ലുമ്പോൾ കിട്ടുന്നില്ലല്ലോ എന്നുള്ളതാണ്. നമുക്ക് തന്നതല്ല അത്. കാരണം വ്യാപാരികൾക്ക് സ്വാഭാവികമായിട്ടും ഈ എണ്ണ കച്ചവടം ചെയ്യുന്ന കമ്പനികൾക്ക്, ഭാരത് പെട്രോളിയം ആയാലും ഇന്ത്യൻ കോർപ്പറേഷൻ ആയാലും ആരായാലും ആ എണ്ണ കമ്പനികളെ സംബന്ധിച്ച് അവർക്ക് ഈ കൂടിയ വിലയ്ക്ക് ക്രൂഡ് ഓയിൽ കൊണ്ടുവന്ന് സംസ്കരിച്ച് ജനങ്ങൾക്ക് കൊടുക്കുമ്പോൾ സ്വാഭാവികമായും അവരാ പൈസ ഈടാക്കുന്നത് സാധാരണപ്പെട്ടവന്റെ കയ്യിൽ നിന്ന് തന്നെയാണ്. ഞാനൊരു സാധനം, ഒരു ഉൽപ്പന്നം കൊണ്ടുവച്ചിട്ട് ഞാനത് ആളുകൾക്ക് വിൽക്കുമ്പോൾ ആ വിൽക്കുന്നതും തന്നെയാണ് എനിക്ക് ആ പണം തരേണ്ടത്. അപ്പോൾ സ്വാഭാവികമായി തന്നെ വില കൂടാനുള്ള സാഹചര്യങ്ങൾ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ സർക്കാർ പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളുടെ ടാക്സിന്റെ 10 രൂപ നിങ്ങൾ അത് കുറച്ച് തന്നാൽ മതി, ആ ടാക്സ് നിങ്ങൾ അടക്കണ്ട, 10 രൂപ നിങ്ങൾക്ക് ഞങ്ങൾ കുറച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി തന്നെ പെട്രോൾ കമ്പനികൾക്ക് ജനങ്ങളുടെ മുകളിലേക്ക് ഈ ഭാരം അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല, റേറ്റ് കൂട്ടാൻ കഴിയില്ല. അത് മാത്രവുമല്ല, കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത് എല്ലാ 15 ദിവസം കൂടുമ്പോഴും ഞങ്ങൾ ഇത് പരിശോധിക്കുന്നുണ്ട്. മുൻപ് അങ്ങനെ ഉണ്ടായിരുന്നു. എല്ലാ 15 ദിവസം കൂടുമ്പോഴും വില നിലവാരവും കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. ഇതിനകത്ത് എവിടെയെങ്കിലും വേരിയേഷൻ വന്നിട്ടുണ്ടോ, വേരിയേഷൻ വരുത്തണമെന്നോ. അപ്പൊ 10 രൂപ ഒറ്റയടിക്ക് കുറയ്ക്കുമ്പോൾ, ഈ വ്യാപാരികൾക്ക് 10 രൂപ ഒറ്റയടിക്ക് കുറച്ചു കൊടുക്കുമ്പോൾ സ്വാഭാവികമായി തന്നെ അതൊരു വലിയ ഒരു നീക്കമാണ്. കാരണം സാധാരണ നമുക്കറിയാം പെട്രോളിനൊക്കെ 1-2 രൂപ വെച്ചാണ് കൂട്ടുന്നത്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് വലിയ രീതിയിൽ തന്നെ വില വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം ഇല്ല. അതായത് ഈ 10 രൂപ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ 10 രൂപയുടെ കുറവ്, ആ 10 രൂപയുടെ കവർ ചെയ്ത് പോയെങ്കിൽ മാത്രമല്ലേ പിന്നീട് കൂട്ടുന്നതായി ചിന്തിക്കേണ്ടതായിട്ടുള്ളൂ. പക്ഷെ നിലവിൽ അത്തരം സാഹചര്യങ്ങളില്ല. നമ്മൾ കൂടുതൽ രാജ്യങ്ങളിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുകയും ചെയ്തു. പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാനിൽ പൊതുവെ തന്നെ ഈ പെട്രോളിനും ഡീസലിനും വില കൂടുതലായിരുന്നു. ആദ്യത്തെ ദിവസം തന്നെ അവർ ലോക്ക്ഡൌണിലേക്ക് പോയി, ഷട്ട്ഡൌണിലേക്ക് പോയി. വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിട്ടു, സ്കൂളും കോളേജും ഒക്കെ അടച്ചിട്ടു. ആളുകളോട് വീട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ പറഞ്ഞു. ജോലി ചെയ്യുന്നവരുടെ 30% സാലറി വെട്ടിക്കുറച്ചു. അതായത് കോവിഡ് കാലത്ത് എങ്ങനെയാണോ അങ്ങനെയാണ് പാകിസ്ഥാൻ. കഴിഞ്ഞ ദിവസം നിർമ്മലാ സീതാരാമൻ പൊട്ടിത്തെറിച്ചതൊക്കെ അങ്ങനെയാണ്. ഏതോ ഒരു മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചത് ഇവിടെ ലോക്ക്ഡൌൺ ഉണ്ടോ എന്നാണ് ചോദിച്ചത്. അതുകൊണ്ട് പറഞ്ഞു ലോക്ക്ഡൌൺ ഒക്കെ തൊട്ടപ്പുറത്താണ്, അതായത് പാകിസ്ഥാനിലാണ് ലോക്ക്ഡൌൺ ഉള്ളത്, ഇവിടെ ലോക്ക്ഡൌൺ ഒന്നും ഇല്ല എന്നൊരു പറയുന്ന ഒരു സാഹചര്യം കൂടെ വന്നു. പിന്നെ ഇപ്പൊ തെരഞ്ഞെടുപ്പ് കാലമല്ലേ, പക്ഷെ ജനങ്ങൾക്കൊക്കെ എല്ലാ കാര്യങ്ങളും അറിയാമെന്നുള്ളതാണ് വസ്തുത. ഈ പെട്രോൾ വില ഇവിടെ കുറയ്ക്കും എന്നുള്ള, അല്ല കൂട്ടും എന്നുള്ള വലിയ രീതിയിലുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ രാജ്യം ലോക്ക്ഡൌണിന് തയ്യാറാകണം എന്ന് പറഞ്ഞ ഒരു പ്രസ്താവന കൂടെ ഇറക്കിയത്. അതൊരിക്കലും നമുക്ക് ചർച്ച ചെയ്യാതെ പോകാൻ പറ്റില്ല. കാരണം ലോകത്തെല്ലാം ഉള്ള രാജ്യങ്ങളും ലോക്ക്ഡൌണിലേക്ക് പോകണം എന്ന് അവിടെയുള്ള സകല മന്ത്രിമാരും പറയുന്നു. ഉദാഹരണത്തിന് വ്ളാഡിമിർ പുടിൻ പോലും പറഞ്ഞു ഇത് ലോക്ക്ഡൌൺ ചെയ്യാതെ ഈ ഇന്ധന പ്രതിസന്ധി മറികടക്കാൻ സാധിക്കില്ലെന്ന്. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി എന്ന് പറഞ്ഞു ഇവിടെ ഒരു ലോക്ക്ഡൌണിന്റെ ആവശ്യമില്ല എന്ന് പറയുകയാണ്. 145 കോടി ജനങ്ങളുള്ള ഒരു രാജ്യം,
ആ 145 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്ത് ലോക്ക്ഡൌൺ വേണ്ട എന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ എത്ര കാര്യക്ഷമമായിട്ടാണ് നമ്മുടെ ഈ കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് പല ആൾക്കാരും വിലയിരുത്തുന്നത്. പക്ഷെ അതിനിടയിലും ചില ആൾക്കാർ ഈ കുത്തിത്തിരിപ്പുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ലോക്ക്ഡൌൺ വേണ്ട എന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് ലോക്ക്ഡൌണിലേക്ക് പിന്നെ പോകും, ഇപ്പോ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് പ്രധാനമന്ത്രി പറയുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ലോക്ക്ഡൌൺ വരുമെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പ്രധാനമന്ത്രി ലോക്ക്ഡൌൺ ചെയ്യുമോ നമ്മുടെ രാജ്യം? ഇല്ല, അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല ലോക്ക്ഡൌൺ. നമുക്കറിയാം, നമ്മൾ കൊറോണ കാലത്തൊക്കെ ഇത് കണ്ടിട്ടുണ്ട്. ലോക്ക്ഡൌൺ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യേണ്ട ഒരു വലിയ പ്രൊസീജിയറാണ് ലോക്ക്ഡൌൺ എന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ സൂചനകൾ ഇപ്പോഴേ കണ്ടു തുടങ്ങണം. ആദ്യം തന്നെ പെട്രോൾ പമ്പുകൾക്ക് കുറെ പെട്രോൾ പമ്പുകൾക്ക് അവധി കൊടുക്കുക, കുറച്ച് തുറന്നിരിക്കുക. ഇതായിരിക്കും ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാനുള്ള ഒരു കാര്യം. പിന്നെ ഒറ്റയക്ക ഇരട്ടയക്ക നമ്പറുകൾ, അതായത് ഒരു ദിവസം ഒറ്റയക്ക നമ്പറുകൾക്ക് മാത്രം പെട്രോളും ഡീസലും പെട്രോൾ പമ്പുകൾ കൊടുക്കുന്ന ഒരു രീതി. അടുത്ത ദിവസം അത് നിരത്തിലിറങ്ങുന്നത് ഒറ്റ നമ്പർ ആയിരിക്കണം. അടുത്ത ദിവസം രണ്ടാം നമ്പറുകാർക്ക് ഇത് കൊടുക്കുന്നത്, അങ്ങനെ ഒരു സിസ്റ്റം. അതുപോലെ തന്നെ പമ്പുകൾ, ഏതെങ്കിലും ഒരു പമ്പ് രാത്രിയിൽ 24 മണിക്കൂർ നിലനിർത്തിക്കൊണ്ട് ബാക്കി പമ്പുകളൊക്കെ അടച്ചിടുന്നത്. പിന്നെ അതിന്റെ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന കമ്പനികളും മറ്റുമൊക്കെ ഉണ്ട്. ആ കമ്പനികളിലൊക്കെ വർക്ക് കുറച്ച് ഡൗൺ ചെയ്യിക്കുക, അതായത് ഫുൾ അടച്ചിടാൻ പറ്റത്തില്ല, അവരുടെ വർക്ക് ഡൗൺ ചെയ്യിക്കുക. അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ. കൂടുതൽ ട്രെയിനുകൾ ഓടിക്കേണ്ടി വരും, കൂടുതൽ സർക്കാർ ബസ്സുകൾ ഓടിക്കേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണ് ഈ ഷട്ട് ഡൗൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിപ്പോ നാളെ വന്നിട്ട് നാളെ മുതൽ അങ്ങനെ പൊക്കോളാൻ പറഞ്ഞ അത് പ്രാക്ടിക്കൽ ആകില്ല. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഇത് പറഞ്ഞത്. തുടക്കത്തിൽ ഇത് കണക്ക് ചെയ്ത് എന്താ പറയുക, നമ്മൾ പോലും അറിയാതെ നമ്മൾ ആ സിസ്റ്റത്തിന്റെ ഭാഗമാവുകയാണ് ചെയ്യുന്നത്. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇനി ഇലക്ഷൻ വരെ ഒന്നും കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഈ 5 സംസ്ഥാനത്ത് BJP അധികാരത്തിലിരിക്കുന്ന ഒരു സംസ്ഥാനം എന്ന് പറഞ്ഞാൽ ആസാം മാത്രമാണ്. ബാക്കിയുള്ളതൊക്കെ അവര് ഫൈറ്റ് ചെയ്യുകയാണ്, പ്രതിപക്ഷത്തിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇത് വർദ്ധിച്ചാലോ വർദ്ധിച്ചില്ലല്ലോ ഒന്നുമില്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു റിയാക്ഷൻ ഉണ്ട്, ഒരു വീട്ടമ്മയോട് ഇതുകൊണ്ടൊരു കുത്തിത്തിരിപ്പ് മാധ്യമ പ്രവർത്തനം ചെന്ന് ചോദിക്കുന്ന കേട്ടു, ഗ്യാസിനൊക്കെ വില കൂടിയില്ലേ എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, യുദ്ധം നടക്കുകയല്ലേ, അപ്പൊ സ്വാഭാവികമായിട്ട് വില കൂടില്ലേ. അല്ല, ഇതൊക്കെ കൊണ്ട് നിങ്ങൾ ആർക്കായിരിക്കും വോട്ട് ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നത് ബംഗാളിലോ ആസാമിലോ എങ്ങാണ്ടുള്ള ഒരു വോട്ടറാ ആ സ്ത്രീ. അപ്പൊ ആ സ്ത്രീ പറയുന്നതാണ്, ഇനിയിപ്പോ ഗ്യാസിന് 6000 രൂപയാണെന്ന് പറഞ്ഞാലും ഞങ്ങളൊക്കെ മോദിക്ക് വോട്ട് ചെയ്യും. പുള്ളിക്ക് കാര്യങ്ങളൊക്കെ അറിയാം, പുള്ളിക്ക് ഭരിക്കാനും അറിയാമെന്ന്. ഒന്നും മിണ്ടുന്നില്ല എന്നാണത് അവസ്ഥ. അപ്പം വോട്ടും ഇതുമായിട്ട് ബന്ധമില്ല. നമുക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഗ്യാസ് ഒന്നും നമ്മളാരും ഉത്പാദിപ്പിക്കുന്ന സാധനമല്ല. ഗ്യാസ് ആയാലും പെട്രോൾ ആയാലും ഒക്കെ അത് പുറത്തുനിന്ന് വരികയാണ്. പക്ഷെ ഇപ്പൊ പുതിയൊരു നയം കൂടെ കൊണ്ടുവരുന്നു സർക്കാർ. ഇപ്പൊ നമുക്ക് പിന്നെ 20% എഥനോളാണ് നമ്മളിപ്പോ കലർത്തി 80% പെട്രോളും കൂടെ കലർത്തിയാണ് നമ്മുടെ വാഹനങ്ങൾ. ഇപ്പൊ അത് 25 ആക്കാനായിട്ടുള്ള തീരുമാനം എടുത്തിരിക്കുന്നു. ഇപ്പൊ ഇന്നലെ അതിന്റെ വാഹന കമ്പനികളുമായിട്ടൊക്കെ സംസാരിച്ചിരുന്നു 25%. ഒപ്പം തന്നെ നമ്മൾ ഈ പെട്രോൾ വണ്ടികൾ 6 മാസത്തിനുള്ളിൽ പെട്രോൾ വണ്ടികൾ ഇനി നിർമ്മിക്കരുത് എന്ന്, ഡീസൽ വണ്ടികൾ ഇനി വേണ്ട, പെട്രോൾ വണ്ടികൾ നിർമ്മിക്കരുത് എന്ന് കമ്പനികൾക്കൊരു ഓർഡർ കൊടുത്തിട്ടുണ്ട്. പകരം പെട്രോളും ഹൈബ്രിഡ് വണ്ടികൾ, ഹൈബ്രിഡ് എഞ്ചിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യണം. ഇപ്പൊ എല്ലാ കമ്പനികളും ഹൈബ്രിഡിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് പതുക്കെ. അതായത് മൾട്ടി ഫ്യൂവൽ ആയിരിക്കണം, ഒന്നുകിൽ ഹൈബ്രിഡ് വണ്ടി ആയിരിക്കണം, അല്ലെങ്കിൽ CNG ഓടുന്ന വണ്ടി ആയിരിക്കണം, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ വണ്ടി ആയിരിക്കണം. ഇതിന് മാത്രമേ ഇനി സർക്കാരിന്റെ സഹായവും മറ്റും ഉണ്ടാവുള്ളൂ. മറ്റു വാഹനങ്ങൾ ഇറക്കരുത്. അത് ഇപ്പൊ നിലവിൽ ഓടുന്നതിനല്ല പ്രശ്നം, പുതിയത് ഇനി ഇറങ്ങാൻ പോകുന്ന വണ്ടികൾക്ക് അതിന് വേണ്ട. കാരണം അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു 2-3 വർഷത്തിനകം ഈ വാഹനങ്ങളെല്ലാം തന്നെ ഭൂരിപക്ഷവും ഇലക്ട്രിക്കലിലേക്കോ CNGയിലേക്കോ ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഹൈബ്രിഡിലേക്കൊക്കെ മാറും. കാരണം കമ്പനി ഇറക്കില്ല, പിന്നെ നമുക്ക് വാങ്ങാൻ കഴിയില്ലല്ലോ. ഇപ്പൊ നിലവിൽ നമ്മുടെ കയ്യിലുള്ള വണ്ടി ഓടുക തന്നെ ചെയ്യും.